നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഭാരതവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഇന്ത്യൻ എക്സ്പ്രസ് പണം കൈപ്പറ്റിയെന്ന് BJP. ലേഖനമെഴുതിയ ജയ് മജുംദാർ ജോർജ് സോറസുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളെന്നും അമിത് മാളവ്യ. RBI മുൻ ഗവർണർ ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അംഗീകാരം നൽകി ക്യാബിനറ്റ് നിയമനകാര്യ സമിതി. साथियों, आज हम इस बात पर भी गर्व करेंगे कि महाराष्ट्र की धरती पर मराठी भाषी एक महापुरुष ने 100 वर्ष पहले राष्ट्रीय स्वयंसेवक संघ का बीज बोया था. आज ये एक वटवृक्ष के रूप में अपना शताब्दी वर्ष मना रहा है. രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കാൻ തന്നെ പോലെ നിരവധി പേർക്ക് പ്രേരണ നൽകിയത് RSS എന്ന പ്രധാനമന്ത്രി. വേദങ്ങൾ മുതൽ വിവേകാനന്ദനെ വരെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന യജ്ഞമാണ് RSS. മോദിയുടെ പരാമർശം മറാത്തി സാഹിത്യ പരിപാടി. ഹമാസ് ഭീകരരുടെ തടവിൽ നിന്ന് 6 പേർക്ക് കൂടി മോചനം. ഗാസയിൽ 7ാം ഘട്ട ബന്ദി കൈമാറ്റം പൂർണ്ണം. ഷിരി ബിബാസിന്റെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറി. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച മെയ് 9. അമേരിക്കൻ പ്രസിഡന്റ് മെയ് മാസം റഷ്യ സന്ദർശിക്കും. യുക്രൈൻ യുദ്ധത്തിൽ കെയർ സ്റ്റാമറിനും ഇമാനുവൽ മാക്രോണും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ചാമ്പ്യൻസ് ട്രോഫിയിൽ കാത്തിരുന്ന മത്സരം നാളെ. ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നാളെ ഉച്ചയ്ക്ക് ദുബായിൽ. ഓസീസ് ഇംഗ്ലണ്ട് മത്സരത്തിന് മുൻപായി ലാഹോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ദേശീയ ഗാനം. ഓസ്ട്രേലിയക്കെതിരായ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. RBI മുൻ ഗവർണർ ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി ഇതിന് അംഗീകാരം നൽകി. റിസർവ് ബാങ്കിന്റെ 25ാം ഗവർണറായിരുന്നു അദ്ദേഹം. 6 വർഷം ആ പദവിയിൽ തുടർന്ന അദ്ദേഹം ഡിസംബറിലായിരുന്നു വിരമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, പ്രധാനമന്ത്രിയുടെ 2ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ ശക്തികാന്ത് ദാസിനെ നിയമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഏറ്റവും സുപരിചിതനായത് റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണർ എന്ന നിലയിലായിരുന്നു. ഒപ്പം ധനമന്ത്രാലയത്തിലും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെയും ഒക്കെ ചുമതലകളിൽ ദേശീയ തലത്തിലും അതോടൊപ്പം തമിഴ്നാട് സർക്കാരിന്റെയും ഭാഗമായി വിവിധ പദവികൾ കൈകാര്യം ചെയ്ത് അനുഭവ സമ്പത്തുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ 2ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ശക്തികാന്ത് ദാസിനെ PMO എത്തിക്കുന്നത്. നിലവിൽ പ്രവീൺ കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ 1ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അദ്ദേഹത്തിനൊപ്പമാകും ഇനി ശക്തികാന്ത് ദാസും PMOയിൽ ചേർന്ന് പ്രവർത്തിക്കുക. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒമധ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനായി പണം നൽകിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യയാണ് ആരോപണം ഉന്നയിച്ചത്. ഭാരതവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനാണോ ഇന്ത്യൻ എക്സ്പ്രസ് പണം പറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണ പരത്തുന്ന ലേഖനമെഴുതിയ ജയ് മജുംദാർ വിവാദ വ്യവസായി ജോർജ് സോറസുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളെന്നും BJPയുടെ വിമർശനം.
ഒമിദ്യാർ നെറ്റ്വർക്കും ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധം ഇരു സ്ഥാപനങ്ങളും അവരുടെ വെബ്സൈറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2008 മുതൽ ഇന്ത്യയിൽ സോഷ്യൽ ഇമ്പാക്ട് ഇൻവെസ്റ്റിംഗ് എന്ന പേരിൽ ഒമിദ്യാർ നെറ്റ്വർക്കിന് ഫണ്ടിംഗ് നടത്തുന്നതായി ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നു. വിവാദ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസുമായി ബന്ധമുള്ള ഒമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസിനായി 2 പരിപാടികൾ സ്പോൺസർ ചെയ്തതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെന്നൈയിലും കഴിഞ്ഞ മാസം ഡൽഹിയിലുമാണ് പരിപാടികൾ നടന്നത്. ഇതേപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് വിശദീകരിക്കണമെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവിയ ആവശ്യപ്പെട്ടു. ഭാരതവിരുദ്ധമായ ലേഖനങ്ങൾക്ക് വേണ്ടിയാണോ സോറസിന്റെ പണം കൈപ്പറ്റിയതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വ്യക്തമാക്കണമെന്നും അമിത് മാളവിയ എക്സിൽ കുറിച്ചു. സംഭവത്തെപ്പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ഹമാസ് ബന്ദികളാക്കിയ 6 ബന്ദികളെ കൂടി വിട്ടയച്ചു. റെഡ് ക്രോസിന് കൈമാറുന്ന ബന്ദികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങും. അതേസമയം ഹമാസ് ഇന്ന് കൈമാറിയ മൃതദേഹം ഷിറിയയുടേതെന്ന കുടുംബം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു ഘട്ടത്തിലുള്ള ബന്ദികളുടെ മോചനം പൂർണ്ണമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഏറെ പ്രധാനമായൊരു കാര്യം ഇന്ന് ഇപ്പോൾ ഈ 6ാമത്തെ ബന്ദി, അതായത് ഹിഷാം അൽ സയ്യിദ് എന്ന് പറയുന്ന 6ാമത്തെ ബന്ദിയുടെ കൂടി മോചനം സാധ്യമായതോടെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ യുദ്ധത്തിൽ, അതായത് ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയും അതായത് ഇസ്രായേൽ ഗാസ യുദ്ധം അതിശക്തമാവുകയും ചെയ്തതിൻ്റെ ഒരു സാങ്കേതികമായെങ്കിലും എന്ന് പറയാവുന്ന ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയ അവസാന ബന്ദിയെ വരെ ഇപ്പോൾ 6 ബന്ദികളിൽ അവസാനത്തെ ബന്ദിയെ വരെ ഇന്ന് വിട്ടയച്ചിരിക്കുന്നു. ബന്ദികളുടെ എല്ലാവരുടെയും മോചനം പൂർത്തിയായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. 505 ദിവസം നീണ്ടുനിന്ന ഒരു സംഘർഷത്തിൻ്റെ ഒരു ആദ്യഘട്ടം അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സങ്കീർണാവസ്ഥ അവസാനിച്ചിരിക്കുന്നു. 2ാം ഘട്ടം വെടിനിർത്തലിന് തയ്യാറാവാനാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു നിലപാട്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് 2ാം ഘട്ടം വെടിനിർത്തലിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടരണം, അതിൻ്റെ ഭാഗമായി സൈനിക പിന്മാറ്റം നടത്തണമെന്ന ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പൂർണ്ണമായും പ്രതീക്ഷയോടെ നോക്കിക്കാണാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മോചിതരാകപ്പെട്ട ഏലിയ കോഹൻ, ഒമർ ഷെം, ഒമർ വെക്കറ്റ്, അവേര മെഗിസ്റ്റും തട്ടാൽ എന്ന് പറയുന്ന 5 വ്യക്തികളും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 6ാമത്തെ ബന്ദിയുടെയും മോചനം ഇന്ന് സാധ്യമായിരിക്കുകയാണ്. 7 ഘട്ടങ്ങളിലായാണ് ബന്ദികളുടെ മോചനം നടന്നത്. 7 ഘട്ടങ്ങളിലുമായി നടന്ന ബന്ദികളുടെ മോചനം സമാധാനപരവും പ്രശ്നങ്ങളില്ലാതെയും തീർക്കാൻ സാധിച്ചത് പ്രതീക്ഷാനിർഭരമായ കാര്യമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും അറിയിച്ചിരിക്കുന്നു. ഐസക് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ 505 ദിവസമായി അല്ലെങ്കിൽ 1.5 വർഷത്തിലേറെയായി നീണ്ട ഈ സങ്കീർണമായ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒരു സമാപനത്തിൻ്റെ ആദ്യഘട്ടമായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 6 ബന്ദികളുടെയും മോചനം ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുകയും ചെയ്തു. പകരമായി ഇസ്രായേലിൻ്റെ തടവിൽ കഴിയുന്ന പാലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനം, 602 യുദ്ധ തടവുകാരുടെയും മോചനം ഇന്ന് സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മറ്റൊരു സംഭവവികാസം കൂടി നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഷിറി ബിബാസിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം നൽകിയത് തെറ്റായൊരു മൃതദേഹമായിരുന്നു, മറ്റൊരാളുടെ മൃതദേഹമായിരുന്നു. ആ മൃതദേഹം ഇപ്പോൾ ഷിറി ബിബാസിൻ്റെ തന്നെ മൃതദേഹം തിരിച്ചു നൽകി കൃത്യമായി ഇസ്രായേലിനെ അത് ഏൽപ്പിച്ചിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു ഷിറിയുടേത് തന്നെയെന്ന്. നേരത്തെ മരിച്ച 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറി. അതിൽ ഷിറിയുടെ പിഞ്ചുകുട്ടികളായ 4 വയസ്സും 9 വയസ്സുമുള്ള കുട്ടികളുടെ മൃതദേഹവും കൈമാറിയിരുന്നു. അങ്ങനെ ഈ മൃതദേഹം കൈമാറി അവസാനത്തെ മൃതദേഹമായി തെറ്റായി വന്ന സങ്കീർണാവസ്ഥയും മാറിയിരിക്കുന്നു. പക്ഷേ നേരത്തെ നൽകിയ മൃതദേഹം ആരുടേതെന്ന ആശയക്കുഴപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തിയുടെ ആദ്യഘട്ടം സമാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 2ാം ഘട്ടത്തിൽ പൂർണ്ണമായ സേനാ പിന്മാറ്റം, അതായത് സേന ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ ഹമാസിൻ്റെ ഭീകര സംവിധാനങ്ങളുടെ എല്ലാം തന്നെ സാധ്യതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പിന്മാറുകയും ആ ഘട്ടത്തിൽ, അതായത് 2ാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുമ്പോൾ ഇത്തരം നീക്കങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷമായിരിക്കും ഗാസയുടെ പുനർനിർമ്മാണം നടക്കുക. നിലവിലെ സാഹചര്യത്തിൽ രക്തച്ചൊരിച്ചിലിൻ്റെ അധ്യായം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ദ്വീപ് രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവായിരിക്കും സന്ദർശനമെന്ന് മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ രംഗൂലം പറഞ്ഞു.
റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മോദി സന്നദ്ധത അറിയിച്ചെന്ന് മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ രാങ്കുലം പറഞ്ഞു. പാരീസിലും അമേരിക്കയിലും അടുത്തിടെ നടത്തിയ സന്ദർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നരേന്ദ്രമോദിയെപ്പോലെ ഒരു വ്യക്തിത്വത്തെ വിശിഷ്ടാതിഥിയായി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാങ്കുലം പറഞ്ഞു. His Excellency Sri Narendra Modi, Prime Minister of India, has kindly agreed as I said, the Excellency Sri Narendra Modi, the Prime Minister of India, has kindly agreed to be the guest of honor for our National Day celebrations. It is indeed a singular privilege for our country to host such a distinguished personality who is doing us this honor. In spite of his very tight schedule and in spite of his recent visits to Paris and the United States, he has agreed to be here as our special guest. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തവും നിലനിൽക്കുന്നതുമായ ബന്ധത്തിന്റെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്ന് നവീൻ രാങ്കുലം കൂട്ടിച്ചേർത്തു. അടുത്ത മാസമാണ് മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷം നടക്കുക. 2024 നവംബറിൽ ചരിത്രപ്രധാനമായ മൗറീഷ്യസിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ നവീൻ രാങ്കുലിനെ അഭിനന്ദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ദക്ഷിണാഫ്രിക്കയിലെ കോടതിയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ കുറ്റാരോപിതനായ യുവാവ് കെട്ടിടത്തിൽ നിന്ന് അതിവിദഗ്ധമായി താഴേക്കിറങ്ങി ഓടി രക്ഷപ്പെടുന്നതാണ് വീഡിയോ. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ കമ്പനിയായ സബ് അർബൻ കൺട്രോൾ സെന്ററാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. വീട് തകർത്ത് അകത്ത് കയറി മോഷണം നടത്തിയതിനാണ് യുവാവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതെന്നാണ് വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നത്. വീഡിയോയിൽ ഇയാൾ കോടതിയുടെ മുകളിലെ നിലയിൽ നിന്നും അടുത്ത നിലയിലേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് വൻ വിമർശനങ്ങളാണ് ഇതിനകം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കാൻ തനിക്ക് പ്രേരണ നൽകിയത് RSS ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേദങ്ങൾ മുതൽ വിവേകാനന്ദനെ വരെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന യജ്ഞമാണ് RSSന്റെ പ്രവർത്തനം. കഴിഞ്ഞ 100 വർഷമായി ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനായി രാഷ്ട്രീയ സ്വയംസേവക സംഘം ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, आज हम इस बात पर भी गर्व करेंगे कि महाराष्ट्र की धरती पर मराठी भाषी एक महापुरुष ने 100 वर्ष पहले राष्ट्रीय स्वयंसेवक संघ का बीज बोया था. आज ये एक वटवृक्ष के रूप में अपना शताब्दी वर्ष मना रहा है. वेद से विवेकानंद तक भारत की महान परंपरा और संस्कृति को नई पीढ़ी तक पहुंचाने का एक संस्कार यज्ञ राष्ट्रीय स्वयंसेवक संघ पिछले 100 वर्ष से चला रहा है. मेरा सौभाग्य है कि मेरे जैसे लाखों लोगों को RSS ने देश के लिए जीने की प्रेरणा दी है और संघ के ही कारण मुझे मराठी भाषा और मराठी परंपरा से जुड़ने का भी सौभाग्य प्राप्त हुआ. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച മെയ് 9 മോസ്കോയിൽ നടക്കും. യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. യുദ്ധം പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവർ ഒന്നും ചെയ്തില്ലെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവും സൗദിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സ്ഥിരീകരണവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് മെയ് 9 കൂടിക്കാഴ്ചയ്ക്കുള്ള ദിവസം നിശ്ചയിച്ചത്. മോസ്കോയിലായിരിക്കും ട്രംപും പുടിനും ചർച്ചകൾ നടത്തുക. യുക്രൈൻ യുദ്ധം തന്നെയായിരിക്കും പ്രധാന ചർച്ച എന്നാണ് സൂചന. യുദ്ധം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു.
അതിനിടെയാണ് യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനുമെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇരു നേതാക്കളും യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും റഷ്യ ആക്രമണം തുടരില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകണമെന്നായിരുന്നു നേതാക്കളുടെ ആവശ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് പ്രഖ്യാപനം നടത്തിയതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ FBI ഡയറക്ടറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഭഗവത്ഗീത ഗ്രന്ഥം സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. ഇക്കഴിഞ്ഞ ദിവസം കാഷ് പട്ടേലിന്റെ നിയമനം സെനറ്റ് അംഗീകരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം കാഷ് പട്ടേലിന്റെ FBI ഡയറക്ടർ നിയമനം US സെനറ്റ് അംഗീകരിച്ചിരുന്നു. അമേരിക്കയുടെ പരമോന്നത അന്വേഷണ ഏജൻസിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തായിരുന്നു കാഷ് പട്ടേലിന്റെ സ്ഥാനാരോഹണം. One of the reasons that I wanted him is because the agents love this guy and they respect this guy, and this is what they wanted. And even somebody like Trey Gowdy, who's a very good guy, but known as somewhat of a moderate person, he came out with a statement that was so incredible. He said, Cash is an incredible person. No, I think the agents are very happy about Cash. In fact, the agents led the charge for Cash. One of the reasons I loved Cash and wanted to put him in is because of the respect the agents had for him. I think he'll go down as the best ever at that position. And it turned out he was very easy to get approved. You know, I was not sure. He's a tough guy, strong guy. He has his opinions, and I wasn't sure. He turned out to be he went very smoothly. I don't know if he's in the room now. He's going to be in the room very shortly. Where is he? Oh, good. I'm saying the right thing. I can't speak too badly about him. I better be careful. FBI-യുടെ 9ാമത്തെ ഡയറക്ടറായാണ് കാഷ് പട്ടേൽ സ്ഥാനമേൽക്കുന്നത്. അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഫെഡറൽ പ്രോസിക്യൂട്ടറായിരുന്നു കാഷ്. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കെതിരെ നടത്തിയ ശ്രദ്ധേയമായ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്. നേരത്തെ നാഷണൽ ഇന്റലിജൻസ് മേധാവിയായി സ്ഥാനമേറ്റ തുളസി ഗബ്ബാർഡ് ഭഗവത്ഗീത തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉത്തർപ്രദേശിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ അവസരമൊരുക്കി യോഗി സർക്കാർ. സംസ്ഥാനത്തെ 75 ജയിലുകളിലും ത്രിവേണി തീർത്ഥം എത്തിച്ചാണ് 90,000-ലധികം തടവ് പുള്ളികൾക്ക് സ്നാനത്തിന് അവസരം നൽകിയത്. തടവിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീർത്ഥം ജയിലുകളിലേക്ക് എത്തിച്ചത്. ഉത്തർപ്രദേശിലെ 75 ജയിലുകളിലും ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തീർത്ഥം എത്തിച്ച് ജയിൽ പുള്ളികൾ കുളിക്കുന്ന വലിയ ടാങ്കുകളിൽ കലർത്തിയാണ് മഹാകുംഭ സ്നാനത്തിന് അവസരമൊരുക്കിയത്. മുസ്ലിങ്ങളടക്കം 90,000-ലധികം തടവ് പുള്ളികൾ ഇത്തരത്തിൽ സ്നാനം നിർവഹിച്ചതായി ജയിൽ വകുപ്പ് മന്ത്രി ധാരാ സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. उत्तर लगभग 90,000 कैदी ने स्वेच्छा से वहां से लाकर के जो गंगा जल जब संगम नोद से आज सब लोगों ने वहां पे आस्था की डुबकी लगाई है. मुझे लगता है वो लोग भी आज उनको पूरी तरीके से संतुष्ट होंगे कि हम लोग पुण्य के भागीदार बन पाए हैं. ഇതാദ്യമായാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ജയിൽ പുള്ളികൾക്ക് സ്നാനം ചെയ്യാൻ സർക്കാർ പ്രത്യേക അവസരമൊരുക്കിയത്. ജയിൽ പുള്ളികളുടെ ആവശ്യം പരിഗണിച്ചാണ് പ്രത്യേക സ്നാനകർമ്മങ്ങൾ നിശ്ചയിച്ചതെന്ന് ഉത്തർപ്രദേശ് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ജനം, ഡൽഹി. മഹാരാഷ്ട്രയിൽ ഭവന ജിഹാദ് എന്ന ശിവസേന നേതാവിൻ്റെ പരാതി. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായ ചില ബിൽഡർമാർ ഹിന്ദുക്കൾക്ക് വീട് അകാരണമായി നിഷേധിക്കുന്നതായി കാട്ടി മഹാരാഷ്ട്ര പാർപ്പിട മന്ത്രി ഏക്നാഥ് ഷിൻഡേക്കും ചേരി പുനരധിവാസ അതോറിറ്റിക്കും ശിവസേന നേതാവ് സഞ്ജയ് നിരൂപം പരാതി നൽകി. ചേരികളിൽ താമസിക്കുന്നവരെ പുതിയ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഉതകുന്ന പദ്ധതികൾ ചേരി പുനരധിവാസ അതോറിറ്റി നടപ്പാക്കുന്നത് സ്വകാര്യ ബിൽഡർമാർ വഴിയാണ്. തീവ്ര മുസ്ലിം ആശയങ്ങൾ പിന്തുടരുന്ന സ്വകാര്യ ബിൽഡർമാർ ചേരി നിർമ്മാർജ്ജന അതോറിറ്റി വഴി ഹിന്ദുക്കൾ നൽകുന്ന അപേക്ഷ അകാരണമായി നിരസിക്കുന്നതായി ശിവസേന നേതാവ് സഞ്ജയ് നിരൂപം മഹാരാഷ്ട്ര പാർപ്പിട മന്ത്രി ഏക്നാഥ് ഷിൻഡേക്കും ചേരി പുനരധിവാസ അതോറിറ്റിക്കും പരാതി നൽകി. പ്രത്യേക ഭാഗങ്ങളിൽ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം കുറച്ച് മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മുംബൈയിൽ പല ഭാഗങ്ങളിലായി ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് പരാതി. मुंबई में मुस्लिम बिल्डरों की तरफ से झोपड़पट्टियों के पुनर्विकास के नाम पर बड़े पैमाने पर हाउसिंग जिहाद
का प्रकरण चलाया जा रहा है। हाउसिंग जिहाद का मतलब हुआ कि जहां पर हिंदू लोग जिस सोसाइटी में मेजॉरिटी में हैं, वहां पर वो फर्जी तरीके से जो स्ट्रक्चर एग्जिस्ट नहीं करते उनको कागजों पे दिखा दिखा के वो पूरी सोसाइटी को एक बहुत बड़ा बना दे रहे हैं और उन तमाम जो एक फ्रॉडुलेंटली इंक्रीज जो बढ़े हुए जो स्ट्रक्चर्स हैं वो मुस्लिम लोगों को अलॉट कर दे रहे हैं। ഗോവണ്ടി, മാൻഖൂർദ്, കുർള, സാക്കിനാഗ, ബാദ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭവന ജിഹാദുകൾ കൂടുതലാണെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. കുടുംബത്തിൽ ഒരാൾക്ക് ഫ്ളാറ്റ് നൽകുന്ന പദ്ധതിയാണെങ്കിലും ഒരേ കുടുംബത്തിലെ പലർക്ക് ഫ്ളാറ്റുകൾ വിതരണം ചെയ്യുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അനർഹരായ ഗുണഭോക്താക്കളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നുമാണ് ശിവസേന നേതാവ് സഞ്ജയ് നിരുപം ആവശ്യപ്പെട്ടത്. ജനം, ഡൽഹി. ചാമ്പ്യൻസ് പോരാട്ടം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നാളെ. ദുബായിലാണ് മത്സരം. ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. പാകിസ്ഥാനാകട്ടെ സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോട് ഏറ്റ പരാജയം മറക്കാൻ ശ്രമിക്കുകയാകും ചെയ്യുക. ഇന്ത്യക്കെതിരായ മത്സരവും കൈവിട്ടാൽ പാകിസ്ഥാൻ സെമി കാണാതെ പുറത്താകാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം. 2017 ഫൈനലിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യമായാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.